നാടെങ്ങും നന്മ വിളങ്ങുന്ന ലോകത്തിൻ്റെ സമാധാന പ്രഭുവായ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും ആകുന്നു നന്ദി ചെയ്ത നസറാനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം ഈ പുനലൂർ പട്ടണത്തിൽ ഒഴുകി കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. സുവിശേഷകൻ പ്രിയ പാച്ചാൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സ്വർഗ്ഗസ്ഥ പിതാവ് 2024 വർഷങ്ങൾക്കൊപ്പം പാപത്തിൻ്റെ പരിഹാരം വരുത്തി പാപത്തിൽ ജനിച്ച് സ്വാതന്ത്ര്യം വരുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായ സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം ഇന്ന് പകൽ ദേശത്ത് അറിയിപ്പാൻ തക്കണം. സെൻട്രലിലെ POP പ്രവർത്തകർക്ക് കർത്താവ് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം എന്ന് സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശിശുക്കളും ഞങ്ങളുടെ നാമമഹത്വമാക്കി തീർക്കുമാറാകണം. ജനം പാപത്തിൽ വിടുതലാകുവാൻ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് വിടുതലാകുവാൻ തക്കണം. ഇന്ന് പകൽ കേൾക്കുന്ന സന്ദേശം ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുമാറാകണം. ആദ്യം മുതൽ അവിടുത്തെ അവസാനം വരെ അവിടുത്തെ സാന്നിധ്യമുണ്ടായിരിക്കും. ചുറ്റുപാടുകളെ നീന്തിരിക്കും. പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മീറ്റിംഗ് ഇവിടെ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്ത്യൻ ബന്ധുക്കോസ്തീയ സഭയുടെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോസ് കെ എബ്രഹാം ഇവിടെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. കർത്തദാസിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ഇന്ന് ഈ പകൽ സമയം ഇന്ത്യൻ ബന്ധുക്കോസ്തീയ സഭ കണ്ണൂർ സെൻട്രൽ പുത്രിയാസന PYPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശയാത്രയാണ് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. അല്പസമയങ്ങൾ മാന്യ സ്നേഹിതരായ നിങ്ങളുടെ ഏവരുടെയും സമയം ഞങ്ങൾ ചോദിക്കുകയാണ്. ലോകത്തിൽ ആരും തരാത്ത സമാധാനം നൽകുന്ന യേശുക്രിസ്തു കൂടിയുള്ള നിത്യജീവന വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അത് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമാകും. ഈ അല്പസമയങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സുവിശേഷ സന്ദേശയാത്ര ഇവിടെ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ വാസ്തവമായ ഒരു സ്വാതന്ത്ര്യം നിത്യജീവനും സ്വർഗീയ അനുഭവം പ്രാപിക്കത്തക്കോണം യേശു ക്രിസ്തു കൂടിയുള്ള സന്ദേശമാണല്ലോ അത് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ആ സന്ദേശം കേൾക്കുവാൻ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരവസരം ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്നതിനായി സ്തോത്രം. വ്യത്യസ്ത ഇടങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ യേശു ക്രിസ്തു കൂടിയുള്ള നിത്യരക്ഷയും വീണ്ടെടുപ്പും പ്രാപിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷവും സമാധാനത്തെക്കുറിച്ച് ഈ പരസ്യമായി ഇവിടെ പ്രഘോഷിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഇവിടെ തലവണക്കപ്പെട്ട എല്ലാ PYP പ്രവർത്തകർ, സുവിശേഷ സന്ദേശം അറിയിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾക്കായി സ്തോത്രം. ഈ അല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ നല്ലവരായ എല്ലാ മാന്യ ശ്രോതാക്കൾ, നല്ലവരായ നാട്ടുകാർ, വ്യാപാരികൾ, വാഹനം ഓടിക്കുന്നവർ ഏവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സന്ദേശം അവർക്കൊക്കെ ഒരു അനുഗ്രഹമാക്കി തീർക്കണം. തുടർന്ന് വചനം സൂക്ഷിക്കുന്ന കർത്തദാസൻ അജി ഐസക് പാസ്റ്ററിനായും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം തൻ്റെ മകളിൽ കൂടെ ഇവിടെ മഹത്വപ്പെടണം. ഈ വചനം കേൾക്കുന്ന ചില രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന, ദൈവിക സമാധാനം കൊണ്ട് നിറയപ്പെടുന്ന, ജീവിതത്തിൽ സമാധാനമില്ലാതെയും കടഭാരത്താലും മറ്റു പ്രശ്നങ്ങളാലും ഒക്കെ ജീവിതത്തെ വേദനയോടെ അഭിമുഖീകരിക്കുന്നവർക്ക് ഈ വചന സന്ദേശം ഒരു അനുഗ്രഹമാകണമേ. യേശു മാത്രം സ്വർഗോന്നത മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിൽ വന്ന് മനുകുലത്തിൻ്റെ പാപം ഏറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് പാപങ്ങളുടെ പരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് കരേറിപ്പോയല്ലോ. അങ്ങ് മാത്രം നല്ല ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനം എന്ന കർത്താവേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു യേശു കൂടെ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ ആ ദൈവസ്നേഹമോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പ്രഘോഷിക്കപ്പെടുന്ന വചനം ഈ ദേശത്തിന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകണം. ഈ പരസ്യ വചന പ്രഘോഷണം, ലഹരി വിരുദ്ധ സന്ദേശയാത്ര അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. PYP പ്രവർത്തകർക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശയാത്ര ഓഗസ്റ്റ് 15 ദിനത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാമിനുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൽ ബഹുമാന്യനായ കർത്തദാസൻ പാസ്റ്റർ അജി ഐസക്കിനെ ക്ഷണിക്കുന്നു. ശബ്ദപരിധിയുടെ ശ്രവണസീമയ്ക്കുള്ളിൽ അടുത്ത മുകളിലായി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, പ്രൈവേറ്റ് സുഹൃത്തുക്കൾക്കും, വ്യാപാരി സുഹൃത്തുക്കൾക്കും, യാത്രക്കാർക്കും ഞങ്ങളുടെ സ്നേഹാവന്ദനം അറിയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ
സെൻറ്ററിൻ്റെയും PYPA ഇവാഞ്ചലിസം ബോർഡ് IPC സിയോൺ ചർച്ച് സംയുക്തമായി നടത്തപ്പെടുന്ന സ്വാതന്ത്ര്യദിന സുവിശേഷ സന്ദേശയാത്രയുടെ ഈ സമാരംഭ മീറ്റിങ്ങിൽ ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയിലൂടെ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളുടെ പരമാർത്ഥ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമമിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദ്രവിഡ സംസ്കാരത്തിൻ്റെ അടിവേരുറഞ്ഞു തുള്ളിക്കിടക്കുന്ന ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ BC 1000 ആര്യന്മാരെത്തിയെന്നും 500കളിൽ ഉപനിഷത്തുകളുടെ ആരംഭം, അതിനുശേഷം നിരവധി അനവധി വംശങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. ഒരു ഹ്രസ്വമായ ചരിത്രത്തിലൂടെ ആർഷഭാരതത്തിൻ്റെ ചരിത്രത്തെ ഒന്ന് തൊട്ടുണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നിരവധി അനവധി വംശങ്ങൾ നമ്മുടെ നാട് ഭരിച്ചു. മൗര്യ, സംഘ, ചോള, കൃത, മാളവ, വിക്രമ, ശതവാന, പാണ്ഡ്യ, കുശേല, ചാലുക്യ, ചേര, അടിമ, തിഗ്ലക്, ഷാ, ഖിൽജി, ഫോമിനി, ലോധി തുടങ്ങിയ വംശങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതിനുശേഷം ഷേർഷായും മുഹമ്മദ് ഗോറിയും ബാബറുമൊക്കെ ഇന്ത്യ ആക്രമിച്ചവരാണ്. ബാബർ ഇവിടെ മുഗൾ വംശം സ്ഥാപിച്ചു. അതിനുശേഷമുള്ള ചരിത്രത്തിൽ മുന്നോട്ട് വരുമ്പോൾ AD 1500കളിൽ പോർച്ചുഗീസുകാർ വരുന്നു. ശേഷം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെടുന്ന ബ്രിട്ടൻ സാമ്രാജ്യത്തിൻ്റെ പടയോട്ടമാണ്. അങ്ങനെ ബ്രിട്ടൻ സാമ്രാജ്യത്തിൻ്റെ കരുത്തുള്ള ബൂട്ടിനടിയിൽ ഭാരത ജനതയുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊതിച്ചു. നിരവധി അനവധി സമരമുറകൾ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പടർന്നു പന്തലിക്കാൻ തുടങ്ങി. 1958 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ശിപായിലുകൾ. അതിനുശേഷം നിരവധി സമരങ്ങൾ. 1919 റാംലറ്റ് നിയമം നിലവിൽ വരുന്നു. 1919 ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല, നിരപരാധികളായ ആളുകൾക്ക് നേരെ മൈക്കൽ ഡയർ നടത്തിയ വെടിവെപ്പിൽ പ്രാണരക്ഷാർത്ഥം ആളുകൾ ചാടി വീണത് അടുത്തുള്ളൊരു കിണറ്റിലേക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തി. ഇത് രക്തസാക്ഷികളുടെ കിണറെന്നാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം പുറത്തു വരുന്നു. 1922 വന്നപ്പോൾ ചൗരി ചൗര സംഭവം. 1930 സബർമതിയുടെ ആശ്രമത്തിൽ നിന്ന് അങ്ങ് ധിണ്ടി കടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന 400 കിലോമീറ്റർ പദയാത്ര നടത്തിക്കൊണ്ടുള്ള ധിണ്ടി യാത്ര. 1942 ഇന്ത്യൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ അതേ സമരമുറകൾ ആളിക്കത്തുന്നു. അങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ധീരന്മാരായ വീരന്മാരായ അനവധി സമരവീര നായകന്മാർ മുന്നിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പടപൊരുതിയപ്പോൾ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അർദ്ധരാത്രിയിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. 1950കളിൽ ഇന്ത്യ ഒരു പരമാധികാരൻ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറി. ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വമുള്ള ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. പ്രിയരെ, സ്വാതന്ത്ര്യത്തിന്റെ ഊറ്റം കൊള്ളുമ്പോഴും അന്തരീക്ഷത്ത് പാറിപ്പറക്കുന്ന ത്രിവർണ്ണ കൊടിക്ക് കീഴെ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ സെനകളിൽ ആളിക്കത്തുന്ന ആവേശത്തോടുകൂടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്മരണകളെ കുറിച്ച് ഊറ്റം കൊള്ളുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, കേൾവിക്കാരോട് ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് വളരെ ഹൃദയപരസ്പരം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഇന്ന് ഇന്ത്യൻ എന്ന് മാത്രമല്ല സാർവത്രികമായി ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ചാലും സകല മനുഷ്യരും ഇന്നും ഒരു പാരതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്.
ഇന്നും ഒരു അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, വ്യാവസായികപരമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഇവിടുത്തെ നിയമപരമായ, ആശയപരമായ, ആരാധനപരമായ, മതപരമായ, മാധ്യമപരമായ എല്ലാ അതേ സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോഴും കൂട്ടിലടയ്ക്കപ്പെട്ടൊരു കിളിയെ പോലെ ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നു, പാരതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നുപോകരുത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒരു ഭീകരാടിമത്വത്തിന്റെ കീഴിലാണ്, ഒരു ഭയാനക ചങ്ങലയ്ക്കുള്ളിൽ നിങ്ങൾ തളയ്ക്കപ്പെട്ട് കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയ സ്നേഹിത, നിങ്ങളുടെ മേൽ വാഴുന്ന ആ അതീശ ശക്തികളാരാണ്? ഇന്ന് സ്വാതന്ത്ര്യം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസത്തിൽ എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, നിങ്ങളുടെ മേൽ വാഴുന്ന അതീശ ശക്തികൾ ഏതാണ്? നിങ്ങൾ ഏത് ശക്തിക്ക് കീഴിലാണ് അടിമപ്പെട്ട് കിടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ വാഴുന്ന അതീശ ശക്തികളിൽ ഒന്ന് ലഹരി പദാർത്ഥങ്ങളാണ്, മറ്റൊന്ന് അധാർമികതയാണ്, മറ്റൊന്ന് അസാൻമാർഗികതയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തെ ഇന്ന് മുച്ചോടെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹത്തെ അർബുദം പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ലഹരി പദാർത്ഥങ്ങളെ ഇവിടുത്തെ ആരോഗ്യ സംഘടന 3ആയി തിരിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ പുകയില ഉൽപ്പന്നങ്ങൾ സ്നേഹിത വർണ്ണ നിറമുള്ള പാക്കറ്റുകൾക്കുള്ളിലാക്കി തെരുവോരങ്ങളിൽ കച്ചവടം പൊടിപ്പൊടിച്ചുകൊണ്ടിരുന്ന പാൻ മസാല കൂട്ടുകൾ നമ്മുടെ യൗവനക്കാരുടെ വായ്ക്കകത്തും മോണയ്ക്കകത്തും ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ ബീജം കുത്തിവെച്ച് അവരെ കാലപുരിക്കയച്ച ഒരു ഭീകര സത്വമായിരുന്നു പാൻ മസാല കൂട്ടുകൾ. നമ്മുടെ സർക്കാരുകൾ അത് നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നും അത് തെരുവോരങ്ങളിൽ രഹസ്യമായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ശംഭുവം, തുളസി എന്നൊക്കെ ഓമന പേരിൽ വിളിക്കപ്പെടുന്ന പാൻ മസാല കൂട്ടുകൾ കൈവെള്ളയിലേക്ക് തട്ടിയിട്ട് പൊടി തട്ടിക്കളഞ്ഞ് വിരലുകൊണ്ട് ചുരുട്ടി ഒരു ചുണ്ടയ്ക്കയുടെയോ നെല്ലിക്കയുടെയോ വലിപ്പത്തിൽ ചുരുട്ടിയെടുത്തിട്ട് ഷട്ടർ പൊക്കുന്നത് പോലെ കീഴ്ചുണ്ടും മേൽചുണ്ടും ഒക്കെ പൊക്കി തിരികെ കയറ്റുമ്പോൾ സ്നേഹിത മരണമാണ് താങ്കളുടെ വായിലേക്ക് കുത്തിവെക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്. കാരണം ഒരു വർണ്ണ നിറമുള്ള പാക്കറ്റിനുള്ളിലകത്ത് വരുന്നത് ആൽക്കലോയിഡ് അടങ്ങിയ അടയ്ക്കായും അക്വേഷ്യ എന്ന പശയും പൊടിച്ച കുപ്പിച്ചില്ലും ഫ്ലേവറും ചേർത്തുണ്ടാക്കുന്ന ഈ മിശ്രിതം മോണ പൊട്ടിയിട്ട് അവിടേക്ക് ലഹരി ആഗിരണം ചെയ്ത് ഭാവിയിൽ അത് ക്യാൻസർ എന്ന മഹാരോഗമായി മാറുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, അപ്പോൾ പാൻ മസാല കൂട്ടുകൾ നമ്മുടെ സമൂഹത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊന്നാണ് പുകവലിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുകവലിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഒരു കവിൾ പുകയിലടങ്ങിയിരിക്കുന്നത് 5-ലധികം മാരകമായ വിഷക്കൂട്ടുകളാണ്. ടാർ, നിക്കോട്ടിൻ, പകുതി കത്തിയ കാർബൺ മോണോക്സൈഡ്, അക്രോലിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ഇത് വലിച്ചകത്തേക്ക് കയറ്റുമ്പോൾ ആന്തരിക അവയവങ്ങൾ, നേർമയുള്ള രക്തമയമുള്ള ആന്തരിക അവയവങ്ങൾക്ക് ഇടുക്കവും വീക്കവും ഉണ്ടാകുകയാണ്. ഇത് കരിമീൻ പൊള്ളുന്നത് പോലെ പൊള്ളുകയാണ്. ശ്വാസനാളങ്ങൾക്ക് ഇടുക്കവും വീക്കവും ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, ക്യാൻസർ പോലെയുള്ള, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് സാധ്യതയാണ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ വലിച്ചൂതിത്തള്ളുന്ന പുക അന്തരീക്ഷത്തിൽ 3000-ലധികം അതേ വിഷാംശങ്ങൾ സ്പ്രെഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കേണ്ട ആദർശധീരതയും അതേ പ്രതിജ്ഞാബദ്ധതയും ഉള്ള ഒരു പൗരൻ നമ്മുടെ സമൂഹത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സോഷ്യൽ കില്ലറായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മനുഷ്യന്റെ അധിവാസത്തിന് ആവശ്യമായ വിധത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികൾക്ക്, അന്തരീക്ഷ വ്യവസ്ഥിതികൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ട് മനുഷ്യനെ, നമ്മുടെ സമൂഹത്തെ മാരകമായ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു. താങ്കളുടെ അല്പസമയത്തെ ആസ്വാദനം, ഒരു പുകവലിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ ആയുസ്സിനെ മാത്രമല്ല ഈ സമൂഹത്തെ ഹനിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരൻ മറന്നുപോകരുത്. അതുപോലെ തന്നെ പുകവലിക്കുന്ന ആളുകൾ കൂടാതെ തന്നെ മദ്യം. ഇവിടെ മദ്യത്തെക്കുറിച്ച് ധാരാളം പ്രസംഗകർ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടാകാം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്യം മതിപ്പിക്കുന്നതാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയുടെ സംയുക്തമാണ് എഥനോൾ. ഈ മദ്യം കുടിക്കുമ്പോൾ കരളിലെ കോശങ്ങളെയാണ് ഈ മദ്യം കൊന്നുകളയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കരൾ വീക്കം പോലെയുള്ള, സിറോസിസ് പോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്.
എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം എന്താ? മനുഷ്യൻ തൊലിയും മാംസവും രക്തമേധസ്സോട് അസ്ഥിമജ്ജ ശുക്ലമീ എഴുതാതിക്കൾ ചേർന്നതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നട്ടൽ നിന്ന് നിൽക്കുന്ന, രണ്ട് കൈകളും സർവ്വസ്വതന്ത്രമായി ചലിപ്പിക്കുന്ന, സമ്മുഖമായി ചലിപ്പിക്കുന്ന വിരലുകളും പരന്ന നഖവും, മുൻപോട്ട് തുറിച്ചു നോക്കാനും ഇരുവശങ്ങളിലേക്ക് നോക്കാൻ കഴിവുള്ള കണ്ണുകൾ, വീതിയുള്ള നെറ്റിത്തടം, 1300 ഗ്രാം തൂക്കമുള്ള തലച്ചോറ്, മെനിഞ്ചസ് എന്ന മൂന്നറയിൽ കപാലത്തിനുള്ളിൽ ക്രമീകൃതമായി ശരീരം, ശരീരം, മെഡുല ഒബ്ലാങ്കറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്, സ്കാർപ്പസ് കലേറിയം എന്നിങ്ങനെ വിവിധ അറകളാൽ 70 ലക്ഷം കോശങ്ങളുടെ നിരന്തര പ്രവർത്തനമുള്ള മനുഷ്യ ശരീരത്തിന്റെ ഐച്ഛിക അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. അപ്പോൾ തന്റെ പ്രിയരെ വലിച്ച് ഈ ശരീരത്തിൽ 206 അസ്ഥികൾ വലിച്ചു നീട്ടിയാൽ ഏകദേശം ഈ ഭൂമിയെ ചുറ്റാൻ രണ്ട് വട്ടം നീളമുള്ള സിരകൾ മടക്കി അടുക്കി ഒതുക്കി വച്ചിരിക്കുന്ന ശരീരത്തിന്റെ ചിറകുടൽ ആഗിരണം ചെയ്യാൻ 2 കോടി വില്ലസുകൾ, നാവിൽ രുചിയേറിയാൻ 4000 കപ്പുകൾ, വിവിധ രംഗങ്ങളിൽ നിന്നുള്ള ശബ്ദം തിരിച്ചറിയാൻ കർണപുടങ്ങളിൽ 20,000 കേസരങ്ങൾ, തൊലിപ്പുറത്ത് ഓരോ ചതുരശ്ര ഇഞ്ചിൽ 20,000 കേസരികൾ, അങ്ങനെ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ 170 കോടി സൂക്ഷ്മ സംഘടനകളുടെ ഏറെയായ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ക്ഷതമേൽപ്പിച്ചുകൊണ്ട് നാഡീവ്യൂഹത്തിന്റെയും അസ്ഥിവ്യൂഹത്തിന്റെയും ജീവന്റെ ധമനികൾക്കും സാരമായി ക്ഷതമേൽപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഭയാനക ശക്തിയാണ് മദ്യമെന്ന് പറയുന്നത്. മദ്യമെന്ന മഹാസാഗരത്തിന്റെ വൻ തിരമാലയേറ്റ് എത്രയെത്ര കുടുംബങ്ങൾ ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടു, എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ അനാഥരായി മാറി, എത്രയോ സഹോദരിമാർ ഇവിടെ വിധവമാരായി മാറി. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, മദ്യം സമൂഹത്തിൽ സമാധാനം കൊണ്ടുവന്നിട്ടില്ല, സന്തോഷം കൊണ്ടുവന്നിട്ടില്ല, ആരോഗ്യം തച്ചു തകർത്തിട്ടേയുള്ളൂ, ഇവിടെ അശാന്തി കൊണ്ടുവന്നിട്ടേയുള്ളൂ. എത്രയോ കുടുംബങ്ങൾ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, ആത്മഹത്യയെ കൊതിക്കുന്ന, തകർച്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ. മദ്യം ഈ സമൂഹത്തിന് ഇന്ന് വരെ സമാധാനം കൊണ്ടുവന്നിട്ടില്ല, സമാധാനം നൽകുവാൻ സാധിക്കുന്നതുമല്ല. വ്യക്തിപരമായ ജീവിതത്തെ മാത്രമല്ല, കുടുംബപരമായ ജീവിതത്തെ കൂടെ തകർക്കുന്ന ഒരു ഭയാനക ശക്തിയാണ് മദ്യമെന്ന് പറയുന്നത്. അതുപോലെ മയക്കുമരുന്നുകൾ. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുന്നു. ഹാഷിഷും പെത്തടിയും മരിച്ചുവാനയും അടക്കമുള്ള ആ പഴയകാലം ആ മയക്കുമരുന്നുകളിൽ നിന്ന് ഇന്ന് LSDയും MDMA പോലെയുള്ള സിന്തറ്റിക് രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. കലാലയങ്ങൾ, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. നാളെയുടെ നീളകളിൽ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ മയക്കുമരുന്നുകൾ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, ആധുനിക സമൂഹത്തെ ഒരു നീരാളി കണക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യമല്ലേ? അല്ലയോ സഹോദരി, അല്ലയോ സഹോദര, അല്ലയോ സ്നേഹിത, ഇതിൽ നിന്ന് താങ്കൾ താങ്കൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നില്ലേ? എങ്ങനെയാണ് പുറത്തു വരാൻ കഴിയുന്നത്? അസാൻമാർഗികത മനുഷ്യരിൽ കൊടികുത്തി വാഴുന്നു, അധാർമികത കൊടികുത്തി വാഴുന്നു. ഇവിടെ കൊലപാതകങ്ങളും തുടർക്കഥയാണ്. ചെന്നാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭിക്കും. എവിടെയാണ് സമാധാനം, എവിടെയാണ് സ്വാതന്ത്ര്യം എന്ന് ഓർത്തുകൊണ്ട് മനുഷ്യൻ ഉഴന്നു നടക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയപുരസരം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കാണ് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, അസാൻമാർഗികതയിൽ നിന്ന്, ഈ വല്ലാത്ത വ്യവസ്ഥിതിയിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആർക്കാണ് കഴിയുന്നത്? മതങ്ങൾ ഇവിടെ പരാജയപ്പെടുമ്പോൾ, തത്വചിന്തകൾ, തത്വസംഹിതകൾ ഇവിടെ പരാജയപ്പെടുമ്പോൾ ആർക്കാണ് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ചരിത്രത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സധൈര്യം ഉച്ചൈസ്വരം ഈ ദേശത്ത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. മനുഷ്യനെ അടിമുടി ആപാദചൂടം ചുറ്റിയിരിക്കുന്ന ഈ അതീശ ശക്തികളെ പൊട്ടിച്ചുകൊണ്ട് അവന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്ന ഒരാൾ ചരിത്രത്തിലുണ്ട്. ആ വ്യക്തിയുടെ പേര് ശ്രീ യേശു ക്രിസ്തു എന്നത്രേ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതേ വിശുദ്ധ ബൈബിൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരശിലയായ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി, സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമ്മെ സ്വതന്ത്രരാക്കി. ഏതിൽ നിന്നാണെന്ന് അറിയണ്ടേ? പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്. മനുഷ്യൻ
മദ്യപാനത്തിന് അടിമയാകുന്നത്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നത്, കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്, മനുഷ്യന്റെ തകർച്ചയുടെ മൂലകാരണം പാപമാണ്. ഈ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളമാണ് മരണം. മനുഷ്യന്റെ ആത്മാവിന് നിത്യജീവൻ കൊടുക്കുവാൻ കഴിയാതെ മരണത്തിന് അധീനമായ വ്യവസ്ഥിതിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ഒരാൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശുക്രിസ്തു. മതങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, കർമ്മകാണ്ഡങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യൻ അനുഷ്ഠിച്ചതും നിഷ്കർഷിച്ചതുമൊക്കെ പരാജയപ്പെട്ടപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇകത്തിൽ അവതരിച്ച ഒരൊറ്റ സ്വാതന്ത്ര്യ പുരുഷൻ, അതാണ് ലോകൈക രക്ഷകനായ യേശുക്രിസ്തു. ആരാണ് യേശുക്രിസ്തു? ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണോ? അല്ലല്ല സ്നേഹിത. ഒരുപക്ഷെ താങ്കളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് അത് പാടെ മായിച്ചുകൊണ്ട് ആരാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കൂ. യേശുക്രിസ്തു ആരെന്ന ചോദ്യത്തിന് ദൈവമായിരുന്ന അവിടുന്ന് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശുക്രിസ്തു. എന്തിനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്? മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം കൊടുക്കാൻ, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അവന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരു രക്ഷകൻ അനിവാര്യമായി വന്നപ്പോൾ ആ രക്ഷകനായി ഇകത്തിൽ അവതരിച്ച സാക്ഷാൽ രക്ഷകൻ, സാക്ഷാൽ സ്വാതന്ത്ര്യ പുരുഷൻ, അതാണ് ക്രിസ്തു. ഇന്നേക്ക് 2024 പല വർഷങ്ങൾക്ക് മുൻപ് അവിടുന്ന് ബേത്ലഹേമിൽ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നസ്രത്തിൽ വളർന്നു, യോർദാനിൽ സ്നാനമേറ്റ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷയിൽ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി, അനേകരുടെ കണ്ണുനീര് തുടച്ചു. വേദനയുടെ കണ്ണുനീരിന്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ മതിയായ ഒരു ദൈവമാണ് യേശുക്രിസ്തു. ആകയാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ചുമന്നുകൊണ്ട് ഒടുവിൽ കാൽവറിയുടെ ഗിരിമുകളിലേക്ക് നടന്നു കയറി വിരിക്കപ്പെട്ട കൈകാലുകളിൽ കാരിരുമ്പാണി തറയ്ക്കപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് വിമോചനം നൽകുവാൻ സ്വന്തം രക്തം, സ്വന്തം ജീവൻ ഊറ്റിത്തന്ന ഒറ്റ രക്ഷകൻ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ലോകൈക രക്ഷകനായ യേശുക്രിസ്തു. ഈ കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവേശപൂർവം ആ രക്ഷകൻ ഒരു ഹല്ലേലൂയ പാടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അഭിമാനത്തോടെ എന്നോട് ചേർന്ന് നിൽക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദേശസ്നേഹികളുടെ ദേശസ്നേഹി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്, രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നാണ്. രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. ആർഷഭാരതത്തിന്റെ ജനാവലിയെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഴങ്ങുന്ന സിംഹഗർജനം പോലെയുള്ള ശബ്ദത്തിന്റെ മുമ്പിൽ കോരിത്തരിച്ച ഭാരത ജനത ആവേശം കൊണ്ടപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, അണികളുടെ രക്തം ചോദിച്ചിട്ടല്ല, അണികളുടെ രക്തം ചിന്തിട്ടല്ല, സ്വന്തം രക്തത്തെ കാൽവറി ക്രൂശിൽ മാനവകുലത്തിനു വേണ്ടി ചിന്തി നൽകിക്കൊണ്ട് ഒഴുകിക്കൊടുത്തുകൊണ്ട് രക്ഷ സ്വാതന്ത്ര്യമാക്കിയ, രക്ഷ സാധ്യമാക്കിയ ഒരൊറ്റ സ്വാതന്ത്ര്യ നായകൻ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. ആ ക്രിസ്തുവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്, പാപത്തിന്റെ വിമോചനമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അത് ഒറ്റ കാര്യം മാത്രം. 5 പൈസ ചെലവഴിക്കണ്ട. വിശ്വസിക്കുന്നെങ്കിൽ ഹൃദയം നിറക്കൂ. യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എൻ്റെ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങളിലാണ്, ശാപങ്ങൾ, പ്രതിസന്ധികൾ എൻ്റെ വീടിനകത്ത് കൊടികുത്തി വാഴുന്നു. എനിക്ക് സമാധാനം നൽകണമേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകണം. ഈ പാപത്തിൽ നിന്ന്, ഈ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകി 78ാമത് രാജ്യം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഇന്നേ ദിവസം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിന് എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.